സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ ശരണമയ്യപ്പ. കുന്നലനാടിൻ്റെ നെറുകയിലെ തിലകച്ചാർത്ത് പോലെ ശോഭനമായ സഹ്യാദ്രി കൂടത്തിലുള്ള ശബരിമല ക്ഷേത്രത്തിലെ ആരാധ്യദേവനാണ് അയ്യപ്പസ്വാമി. ആ തിരുസന്നിധാനത്തിലേക്ക് ശരണാർത്ഥികളായി ഭക്തകോടികളാണ് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ശബരിമല തീർത്ഥാടനം നമ്മുടെ ജീവിതയാത്രയുടെ പ്രതീകമാണ്. ശബരിമല യാത്ര പോലെ കയറ്റങ്ങളും ഇറക്കങ്ങളുമൊക്കെ ഏറെയുള്ളതാണ് നമ്മുടെ ജീവിത പ്രയാണവും. സഹയാത്രികരുടെ പരിചിത മുഖങ്ങൾ ഇടയ്ക്ക് അപ്രത്യക്ഷമാവുകയും പുതിയ മുഖങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. ഭഗവത് ദർശന ലക്ഷ്യമാണ് യാത്രയ്ക്ക് ശക്തി പകരുന്നത്. ആ ലക്ഷ്യത്തിലെത്തുന്നതോടെ ഭക്തൻ സായുജ്യമടയുന്നു. വൈഷ്ണവ ശൈവ തേജസ്സുകളുടെ അപൂർവ സമന്വയമാണ് കലിയുഗവരദനായ അയ്യപ്പസ്വാമി. മോഹിനി വേഷം പൂണ്ട മഹാവിഷ്ണുവിൽ സംഹാരമൂർത്തിയായ ശ്രീ പരമേശ്വരന് ജനിച്ച പുത്രൻ. ആരിലും ഭൗതിക ജീവിത പ്രധാനമായ കാമം ജനിപ്പിക്കുന്ന സൗന്ദര്യധാമമാണ് വിശ്വമോഹിനി. എന്നാൽ ആധ്യാത്മികതയുടെ പ്രതീകമാണ് ധവള ഭസ്മാങ്കിതനായ ശ്രീ പരമേശ്വരൻ. ആ ആധ്യാത്മികതയുടെയും ഭൗതികതയുടെയും സമഞ്ജസമായ സമന്വയമാണ് അയ്യപ്പസ്വാമി. ആധ്യാത്മിക ജ്ഞാനവും ഭൗതിക ജ്ഞാനവും അറിവിൻ്റെ പ്രായോഗിക തലത്തിലുള്ള ഭാവഭേദങ്ങൾ മാത്രമാണ്. ഈ രണ്ട് ജ്ഞാനങ്ങളും സമന്വയിച്ചെങ്കിലേ മനുഷ്യജീവിതം അർത്ഥപൂർണവും ശോഭനവുമാകും. അയ്യപ്പസ്വാമിയുടെ അവതാരത്തിലൂടെ നൽകുന്ന സുപ്രധാനമായ സന്ദേശങ്ങളിലൊന്നാണിത്. ഈ സവിശേഷത പ്രഖ്യാപിക്കുന്നതാണ് ആ കലിയുഗവരദൻ്റെ ധ്യാന ശ്ലോകം. ധ്യായേ ചാരുജഠാ നിബദ്ധമകുടം ദിവ്യാംബരം ജ്ഞാനമുദ്രോദ്യദക്ഷകരം പ്രസന്നവദനം ജാനുസ്തഹസ്തേതരം മേഘശ്യാമളകോമളം സുരനുദം ശ്രീയോഗപട്ടാഞ്ചിതം വിജ്ഞാനപ്രദമ പ്രമേയ സുഷമം ശ്രീഭൂതനാഥം വിഭും ശ്രീഭൂതനാഥം വിഭും ശ്രീഭൂതനാഥം വിഭും. അതായത് മനോഹരമായ ജഠ കിരീടമാക്കി ദിവ്യമായ വസ്ത്രങ്ങൾ അണിഞ്ഞ് സമർത്ഥമായ ജ്ഞാനമുദ്രാങ്കിതമായ ഒരു കയ്യ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രസന്നമായ മുഖകാന്തിയോടെ ഇരിക്കുന്ന കാർമേഘ നിറമുള്ള മനോഹരമായ ശരീരത്തോടു കൂടിയവനും ദേവന്മാരാൽ ആരാധിക്കപ്പെടുന്നവനും, അതായത് പട്ടുകൊണ്ടുള്ള യോഗപട്ട അണിഞ്ഞവനും ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാനാവാത്തത്ര സൗകുമാര്യമുള്ളവനും സകല ഭൂതജാലങ്ങളുടെയും നാഥനുമായ സ്വാമിയെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ജഠയാണ് അയ്യപ്പസ്വാമി കിരീടമാക്കിയിരിക്കുന്നത്. അതായത് ഭൗതിക മൂല്യങ്ങളുടെ പരമോന്നതാവസ്ഥയെയാണ് കിരീടം സൂചിപ്പിക്കുന്നത്. എന്നാൽ രാജകീയമായ ആ കിരീടം അയ്യപ്പസ്വാമിയുടെ കാര്യത്തിൽ തപോനിഷ്ഠമായ ജീവിതത്തിൻ്റെ പ്രതീകമായ ജഠയാൽ നിർമ്മിതമാണ്. അതുപോലെ തന്നെ ധ്യാന ശ്ലോകത്തിൽ പ്രകീർത്തിക്കുന്ന യോഗപട്ട അയ്യപ്പ വിഗ്രഹത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. മറ്റൊരു ദേവതാ വിഗ്രഹത്തിലും ഞാനിത് കണ്ടിട്ടില്ല. ഭഗവാന്റെ കാൽമുട്ടുകളെ ചുറ്റിക്കിടക്കുന്ന നാടയാണ് യോഗപട്ട. കാലുകൾ മനുഷ്യചിന്താ പുരോഗതിയെ പ്രാപിക്കുന്ന രണ്ട് മാർഗങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഒന്ന് ആധ്യാത്മികം, മറ്റേത് ഭൗതികം. ഈ ആധ്യാത്മികതയുടെയും ഭൗതികതയുടെയും ഈ രണ്ട് മാർഗങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഈ കാലുകളെ യോഗപട്ട കൊണ്ട് കൂട്ടിയോജിപ്പിച്ചിരിക്കുന്നു. എന്ന് വച്ചാൽ ആധ്യാത്മികവും ഭൗതികവുമായ മാർഗങ്ങളെ കൂട്ടിയിണക്കിയുള്ള ജീവിതമാണ് പൂർണ്ണതയുള്ളതെന്ന പ്രഖ്യാപനമാണ് ഇതിലൂടെ നിർവഹിച്ചിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം പ്രാധാന്യം കൊടുത്തുള്ള ജീവിതം ഒറ്റക്കാലൻ്റെ നടത്തം പോലെ വികലമായിരിക്കും. അതുകൊണ്ട് ഈ രണ്ട് മാർഗങ്ങളെയും സമന്വയിപ്പിച്ചുള്ള ജീവിതമാണ് പൂർണ്ണതയുള്ളതെന്ന പ്രഖ്യാപനമാണ് അയ്യപ്പസ്വാമിയുടെ അവതാരത്തിലൂടെ നിർവഹിക്കുന്നത്.
ഇത് വേറിട്ട് നിൽക്കുന്നത്, ഈ രണ്ട് മൂല്യങ്ങളും വേറിട്ട് നിൽക്കുന്നത് മാനവരാശിയുടെ നിലനിൽപ്പിനെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ളതുകൊണ്ട് ഇവയെ കൂട്ടിയിണക്കി ജീവിക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നു. ഇങ്ങനെ മാനവരാശിയുടെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള ഒട്ടേറെ തത്വരത്നങ്ങൾ ജനങ്ങൾക്ക് സംഭാവന നൽകുകയും അതിലധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ പ്രേരിപ്പിക്കുകയുമാണ് അയ്യപ്പസ്വാമിയുടെ അവതാര ലക്ഷ്യം. വിദ്വേഷത്തിൻ്റെ വിഷഭൂമിയായി മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിനുള്ള മോചന മാർഗമാണ് വിശ്വസാഹോദര്യത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അമൃതവർഷം ചൊരിയുന്ന കരുണാസാഗരമായ അയ്യപ്പസ്വാമി. സ്വാർത്ഥതയുടെ കുത്തൊഴുക്കിൽപ്പെട്ട് മാനവരാശി നശിക്കാതിരിക്കാനുള്ളതാണ് സ്വാമിയേ ശരണമയ്യപ്പ എന്ന മോചന മന്ത്രം. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ.